ദുരന്തത്തിൽ മരിച്ചവരിൽ തിരുവനന്തപുരം സ്വദേശിയും ഉണ്ട് എന്ന വിവരം അല്പസമയം മുമ്പാണ് നമ്മൾ അറിഞ്ഞത്. ആര്യനാട് സ്വദേശി അരുൺ ബാബു ആണ് മരിച്ചത്. അരുൺ ബാബുവിന്റെ വീട്ടിൽ നിന്നും വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, അവർക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെ ഉൾക്കൊള്ളുന്നു അവർ ഈ വാർത്ത? ആര്യനാട്ട് അരുൺ ബാബുവിൻ്റെ വസതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അരുൺ ബാബുവിൻ്റെ അമ്മയുടെ സഹോദരി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഇതിൻ്റെ ഒരു അറിയിപ്പ് വന്നിരുന്നു. ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ വാട്സപ്പിൽ മെസ്സേജ് വരികയാണ് ചെയ്തത്, ഞാനൊരു ബിൽഡിംഗ് കത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ആ ബിൽഡിംഗ് എനിക്കറിയാം, കാരണം ഞങ്ങൾ അടുത്തടുത്താണ് താമസം. ഈ ബിൽഡിങ്ങിൻ്റെ അടുത്താണ് എൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ ഞാൻ അവനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അവൻ്റെ മൊബൈലിലേക്ക് വിളിച്ചു. മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്, ആൻസർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് എൻ്റെ മകൻ ഈ അപകടത്തിൽ പെട്ടുപോയിട്ടുണ്ട്, ഒന്ന് അന്വേഷിക്കാൻ പറയുമായിരുന്നു. അപ്പോൾ വൈകുന്നേരം വരെ ഈ അന്വേഷണം നടത്തിയിട്ട് അവനെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല. ഇഞ്ചേർഡായി കിടക്കുന്ന ഹോസ്പിറ്റലിലൊന്നും ലിസ്റ്റിലൊന്നും അവൻ്റെ പേരുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം ഇപ്പം മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. ഇന്ന് രാവിലെയാണ് അറിയുന്നത് മോൻ മോർച്ചറിയിലാണുള്ളത്. ഇതാണോ വീട് താമസിക്കുന്നത്? ഇത് എൻ്റെ വീടാണ്. ചേച്ചിയൊക്കെ മുകളിലാണുള്ളത്. അപ്പോൾ ചേച്ചിയെ അറിയിക്കാത്തതുകൊണ്ടാണ് മീഡിയാസിനെ നമ്മൾ അങ്ങോട്ട് ഇല്ല അറിഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി സാവധാനം പറയണം. സുഖമില്ല, സീരിയസ് ആയിട്ട് കിടക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മയും ഒരു സഹോദരനും ഭാര്യയും 2 കുട്ടികൾ. ഒരാളിന് 14 വയസ്സും ഒരാളിന് 3 വയസ്സും. ഒക്ടോബറിൽ 8 മാസമേ ആയിട്ടുള്ളൂ. പർച്ചേസറായിരുന്നു, ഷോപ്പ് അഡ്മിൻ. നേരത്തെ കഴിഞ്ഞ 8 വർഷം, കൊറോണയ്ക്ക് മുമ്പുള്ള 8 വർഷം ആ കമ്പനി തന്നെയാണ് ജോലി ചെയ്തത്. NBTC തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. കൊറോണയ്ക്ക് ഇവിടെ വന്നിട്ട് വിസ ക്യാൻസലായി പോയതുകൊണ്ട് അവർ പുതിയ വിസ കൊടുത്താണ് ഒക്ടോബറിൽ അങ്ങോട്ട് വന്നത്. ഭാര്യയുടെ സഹോദരനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യ വീട്ടിലാണ് ഭാര്യ ഉള്ളത്. ഭാര്യ സഹോദരനോട് വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ഒരു വിവരം. വീട്ടുകാരെ, അമ്മയും ഭാര്യയും ഒന്നും തന്നെ ഈ വിയോഗ വാർത്ത അറിയിച്ചിട്ടില്ല. അരുണിൻ്റെ ഇളയമ്മയുടെ വീടാണിത്. തൊട്ട് അടുത്താണ് അരുണിൻ്റെ വീട്. പക്ഷേ അവിടേക്ക് ഈ മാധ്യമങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അമ്മ അറിയും. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാതിരിക്കാൻ ഉള്ളൊരു നടപടി മുന്നിലേക്ക് തന്നെയാണ് ചേർത്ത്. താങ്ങാൻ കഴിയാത്ത ഒരു വാർത്തയാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനൊരു വിയോഗം. നമ്മൾ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 22 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. മലയാളികളായിട്ടുള്ള 22 പേരുടെ മരണവാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരം സ്വദേശി, നെടുമങ്ങാട് ആര്യനാട് സ്വദേശിയാണ്. ഉഴമലക്കലിനടുത്താണ് ഈ സ്ഥലമുള്ളത്. കുരിയാത്തി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ ഈ വിവരമറിഞ്ഞ നാട്ടുകാരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. GRNൽ ഒരുപക്ഷെ അല്പം കഴിയുന്നതോടുകൂടി ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ വേദനയുണ്ടാക്കുന്ന ഒരു വിയോഗ വാർത്ത തന്നെയാണ്. ചേട്ടനെ ബന്ധുവല്ല, അറിയുന്ന ആള് തന്നെ. എൻ്റെ മാമന്റെ മകനാണ് അരുൺ ബാബു. ഇവിടെ വർഷങ്ങളായിട്ട് അവരുടെ കുടുംബം ഇവിടെ തന്നെ. കോവിഡിന് മുമ്പും വിദേശത്തായിരുന്നു. കോവിഡിന് മുമ്പ് ഒരു 6-7 വർഷം കൊണ്ട് അവിടെയാണ്. കോവിഡിന്റെ ആ ഒരു ഇടവേള സമയത്തിന് ഇവിടെ ഉണ്ടായിരുന്നു, പോയില്ല. പിന്നെ ഇപ്പോൾ പോയിട്ട് ഒരു 8 മാസമൊക്കെ ആവും. ഭാര്യ വീട് ഇവിടെ അല്ല, പത്തംകോട്ട. 2 കുഞ്ഞുങ്ങൾ. അമ്മ അറിയിച്ചിട്ടില്ല. അറിയിക്കേണ്ടി വരും, ഇപ്പോൾ ഉടനെ അറിയിക്കേണ്ടി വരും. കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നതായിട്ട് അറിയിപ്പ് വന്നിട്ടില്ല. പിന്നെ അരുൺ ബാബുവിന്റെ അനിയനുണ്ട് ഇവിടെ, അവന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റാണ്. എന്തെങ്കിലും മറ്റു നടപടി, എന്തെങ്കിലും ഔദ്യോഗികമായ അറിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. വലിയ വിഷമമുണ്ടാക്കുന്നൊരു വാർത്തയാണ്. വിഷമം, വളരെ വിഷമം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിഷമം. അത്ര നല്ല പയ്യനായിരുന്നു. ഒരു തരത്തിലും നമുക്ക് ആ പയ്യനെ പറ്റി ഒന്നും പറയല്ല. നാട്ടിൽ നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു. അതാണ് നമുക്കിപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളും. പഞ്ചായത്തിൽ താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവറായിരുന്നു 2010 കാലഘട്ടത്തിൽ. നല്ല പയ്യനായിരുന്നു. മാത്രമല്ല രാഷ്ട്രീയത്തിനപ്പുറമായി ക്ഷേത്രാചാരങ്ങളിലും ഒക്കെ എല്ലാ സംഘടനകളിലും കാര്യം ഇടപെടുന്ന പയ്യനാണ്. പൊതുപ്രവർത്തകനാണ്. അവൻ ഒരു CIT തൊഴിലാളി ഇവിടെയാണ്. അവൻ ഇപ്പം ലീവിന് വന്നതിന് ശേഷം ഹെഡ് ലോഡ് ജോലി ചെയ്തിട്ട് പോയവനാണ്.
അത്ര ബുദ്ധിമുട്ടി പ്രവർത്തനത്തിനകത്തുണ്ട്. മാത്രമല്ല അവൻ്റെ ഒരു ഇളയ സഹോദരി 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നഴ്സിംഗ് പഠനത്തിന് പോയ സമയത്തും ഇതുപോലെ ചികിത്സ ലഭിക്കാതെ മരിച്ചു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു കാര്യം. അപ്പോൾ ആ രീതിയിൽ ഉള്ള അമ്മ അത്ര സങ്കടപ്പെട്ടിരിക്കുക. അവരുടെ ഒരു പ്രതീക്ഷയാണ്. കാരണം വളരെ കടങ്ങൾ ധാരാളമുള്ള പയ്യനാണ്. ലോണെടുത്ത് ഒരു വീട് പോലും ആയിട്ട് 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരു ഭാര്യയുണ്ട്, അമ്മയുണ്ട്, 2 സഹോദരങ്ങളുണ്ട്. അനുജത്തി നഴ്സിംഗിന് 10 വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ ഒരു നഴ്സിംഗ് കോളേജിൽ ഹോസ്റ്റലിൽ താമസിച്ചിരിക്കുക പനിയായിരുന്നു. വേണ്ടത് ചികിത്സ കിട്ടിയില്ലെന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വലിയ ദുഃഖത്തിലായിരുന്നു. പിന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വാങ്ങി പോയി എന്നുള്ളതാണ്. പിന്നെ അതൊരു പുനരന്വേഷണമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അമ്മയെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാകുന്നത്. കാരണം ആ കുട്ടി ഒരു പൊതുപ്രവർത്തകയാണ്, പഞ്ചായത്ത് CDSന്റെ വൈസ് ചെയർപേഴ്സണാണ്, സാമൂഹിക പ്രവർത്തകയാണ്, എല്ലാ കാര്യങ്ങളും എല്ലാവരും ഇടപെടുന്നതിനാണ്. ആ രീതിയിലുള്ള ഒരു മിംഗ്ലിംഗ് ഫാമിലിയാണ്. അവരുടെ അനിയത്തി എന്ന് പറഞ്ഞ സഹോദരി എന്ന് പറഞ്ഞ ആളാണ് ഈ കുവൈറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ബന്ധം വെച്ചാണ് ഈ കാര്യത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയതും ഇത്രയും ഏറെ നമുക്ക് ബോധ്യപ്പെടാനുള്ള കാരണമുണ്ടായിരുന്നു. കാരണം ഈ കുട്ടി ഇങ്ങനെ ഉണ്ടാവരുതേ, കാരണം തീ പിടിച്ചപ്പോൾ ഓടുപോയി എവിടെയെങ്കിലും മാറിയിരിക്കുകയോ അല്ലെങ്കിൽ ഇഞ്ചൂർഡായി ആശുപത്രിയിലായിരിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയെങ്കിലും കാരണം അവരുടെ ഒരു ആശയമാണ്, അവരുടെ ഒരു ആശ്രയമായിരുന്നു ഈ കുട്ടി. വലിയ വിഷമമാണ്. നല്ല നേരിട്ട് അറിയാമെന്നുള്ളൊരു പയ്യനും കൂടിയാണ്. മാത്രമല്ല ഈ കുട്ടിയുടെ അമ്മ സ്ഥിരം പഞ്ചായത്തുമായി നല്ല ഇടപെടലുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, ഒരു മോളുള്ളത് മരിച്ചു. ഈ ഇടയ്ക്ക് എൻ്റെ സഹോദരിയുടെ മോള് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതൊരു 4ാമത്തെ മരണമാണ്. ആ കൊച്ചു അതിനതിന് താങ്ങാൻ പറ്റില്ല. മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ അത്താണിയും കൂടിയൊക്കെ ആയ പയ്യനായിരുന്നു. വലിയ വിഷമത്തിലാണ് എല്ലാവരും. മകള് മരിച്ച് കുറേ നാളൊന്നും ഒരു ആളുകളുമായി സംസർഗമില്ലാതെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പിന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ CDSന്റെ പ്രവർത്തനത്തിലൊക്കെ നിരന്തരം ഇടപെടുത്തിയാണ് ഒരു മാറ്റം ഇപ്പോൾ വന്ന് തുടങ്ങി. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് ഈ മരണം. അതിന് മാത്രമല്ല 2 പെൺകുട്ടികളും വൈഫും ഒരു സാമ്പത്തിക ശേഷിയൊന്നും അങ്ങനെ ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ്. വല്ല ദുരിതമായിരുന്നു ഒരു ജീവിതം ഇനി അങ്ങോട്ട്. അമ്മയുടെ ഒരു വേദന തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മകൾ മരിച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മകനും അതും മകൾക്ക് ചികിത്സ കിട്ടാതെ മരിച്ചു എന്നുള്ള ഒരു പരാതിയും ആ വേദനയും എടുക്കുന്നു. അതിനൊപ്പം തന്നെ എന്തെങ്കിലും ഒരു അസുഖമോ ആ തരത്തിലുള്ള ഒന്നുമല്ല, ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം അതിൽ മകന് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇതുവരെയും ആ അമ്മയെ ഈ വിവരം അറിയിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഈ വിവരം അറിയിച്ചിട്ടില്ല. 2 കുഞ്ഞുങ്ങളാണ്, പെൺകുഞ്ഞുങ്ങളാണ്, 2 പെൺകുട്ടികളാണ് അരുൺ ഉള്ളത്. അരുണിനെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് അദ്ദേഹം ഇവിടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. CITയുടെ ഭാഗമായി തൊഴിലാളിയായി പ്രവർത്തിച്ചതാണ്. പഞ്ചായത്തിൽ ഡ്രൈവർ ജോലി നോക്കിയിരുന്നു. ഗൾഫിൽ പോകുന്നതിന് മുൻപ് ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത് തന്നെയുള്ള ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയും സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ വളരെ ജനപ്രിയനായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. 35 വയസ്സാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഈ ജീവൻ നഷ്ടമായിരിക്കുന്നത്. അമ്മയെയും ഭാര്യയെയും ഈ വിയോഗ വാർത്ത അറിയിച്ചിട്ടില്ല എന്നതാണ്. ഭാര്യ കുറച്ചകലെ മാറി ഭാര്യയുടെ വസതിയിലാണുള്ളത്. അമ്മ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അരുണിൻ്റെ ഇളയമ്മയുടെ വീടാണ്. കൂടുതൽ ആളുകൾ അരുണിൻ്റെ വീട്ടിലേക്ക് എത്താതിരിക്കാനും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും അങ്ങോട്ട് പോകുന്നില്ല. അമ്മയെ ഇതുവരെ ആ വിവരം അറിയിച്ചിട്ടില്ല. അത് എങ്ങനെ അറിയിക്കും എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി ഇവിടേക്ക് മന്ത്രി GRNൽ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ അരുണിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞാണ് മന്ത്രി ഈ ഇളയമ്മയുടെ വീട്ടിലേക്ക് അരുണിൻ്റെ ഇളയമ്മയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമുക്കറിയാം ഈ മരണങ്ങൾ എല്ലാം വേദന തന്നെയാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരെല്ലാം തന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന രക്ഷപ്പെടാനുള്ള സാധ്യതകൾ പോലും വളരെ വിരളമായ തരത്തിൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു അഗ്നിബാധ ഉണ്ടാവുകയും പുക ശ്വസിച്ച് പലരും പൊള്ളലേറ്റ് മരിക്കുകയും പുക ശ്വസിച്ച് ആളുകൾ മരിക്കുകയും ചെയ്യുന്നു. പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ ചാടി ജീവഹാനി സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ആ തരത്തിലൊക്കെയും വളരെ വേദനിപ്പിക്കുന്ന, ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന ഒരു നിമിഷമാണ്. ഈ 49 പേരുടെ വിയോഗ വാർത്ത പറയുമ്പോൾ അതിൽ 22 പേർ മലയാളികളാണ്, കേരളത്തിൽ നിന്നുള്ളവരാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരങ്ങൾ വരുമ്പോൾ കൊല്ലത്തും തിരുവനന്തപുരത്തും അടക്കം ഇങ്ങനെ ഇവിടെ നിന്നുള്ള ആളുകൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അവർ ഒരു ഉപജീവനം എന്ന നിലയിൽ ജീവിതത്തിലെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം ഒരു ജീവിതമാർഗം തേടി അന്യനാട്ടിൽ ചെന്ന് അവർക്ക് ഒരുപക്ഷെ നാട്ടിലെ ഓർമ്മകൾ, നാട്ടിലേക്ക് വരണം, നാട്ടിലേക്ക് ജോലി ചെയ്ത്
കാശയക്കണം, വീട്ടുകാർ സുഖമായി ജീവിക്കണം, ഇങ്ങനെ വലിയ സ്വപ്നങ്ങളുമായി കടൽ കടന്നു പോയവരാണ്. അവർക്കാണ് ഇത്തരത്തിൽ വലിയ ദാരുണമായ ഒരു വിയോഗമുണ്ടായിരിക്കുന്നത്. മലരാരണ്യത്തിൽ നമുക്കറിയാം, സാധാരണ തൊഴിലാളികൾ താമസിക്കുന്നവർ പരിമിതമായ സാഹചര്യങ്ങളിൽ ഉള്ള മുറികളിൽ ഞെങ്ങി ഞെരുങ്ങി താമസിക്കുന്നവരാണ്. വാടകയ്ക്കുള്ള പണം പോലും വലിയ വിശാലമായ കെട്ടിടങ്ങളിൽ താമസിക്കാൻ കഴിയാത്ത സാധാരണ തൊഴിലാളികൾ, അവർ ആ വാടകയ്ക്കുള്ള ചെറിയ പൈസയ്ക്ക് വാടകയ്ക്ക് കഴിഞ്ഞ് ആ പൈസ പോലും മിച്ചം പിടിച്ച് നാട്ടിലേക്ക് അയക്കുക, വീട്ടിൽ അവരുടെ വീട് ചിലവ് നടക്കുക, ബാധ്യതകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അച്ഛനമ്മമാരുടെ ചികിത്സ, അവരുടെ ഭക്ഷണം, അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ. ഒരുപക്ഷെ വിദേശത്ത് പോകുന്നത് എല്ലാ സ്വപ്നങ്ങളും ഇവിടെ മാറ്റിവെച്ച് ജീവിതം, കുടുംബം എന്ന ഒരു സ്വപ്നം മാത്രം നെഞ്ചിൽ പേറി വിദേശത്തേക്ക് പോകുന്നവർ, അവർക്കാണ് ഈ തരത്തിൽ ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഇവിടെ മന്ത്രി ഉൾപ്പെടെ ജനപ്രതിനിധികൾ, ഇവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളടക്കം അരുണിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഉള്ളത് അരുണിൻ്റെ ഇളയമ്മയുടെ വീട്ടിലാണ്, വീടിന് മുന്നിലാണ്. അരുണിൻ്റെ വീട്ടിലേക്ക് ഇപ്പോഴും മാധ്യമങ്ങളോ ഇവിടുത്തെ നാട്ടുകാരോ ചെന്നിട്ടില്ല. അരുണിൻ്റെ വീട്ടിൽ, കുടുംബ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് അരുണിൻ്റെ അമ്മയാണ്. അരുണിൻ്റെ ഭാര്യ മറ്റൊരു വീട്ടിലാണ്. അരുണിന് 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. അവരെയും ഈ വിവരം അറിയിച്ചിട്ടില്ല. എങ്ങനെ ഇവരെ ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്കി? കാരണം ആ അമ്മയെ സംബന്ധിച്ച് വളരെ വലിയ വേദനയുള്ള കാര്യമാണ്. കാരണം 10 വർഷം മുൻപാണ് മകൾ കർണാടകയിൽ നഴ്സിംഗ് പഠിക്കാൻ പോവുകയും അവിടെ ചികിത്സ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. ആ സമയം മുതൽ ആ അമ്മ തോരാത്ത കണ്ണീരുമായി കഴിയുന്നു എന്ന് ഈ ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. അതിന് അപ്പുറത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു മകൻ്റെ വിയോഗം കൂടി, ആ വിയോഗ വാർത്ത ആ അമ്മ എങ്ങനെ താങ്ങും എന്നത് തന്നെയാണ് ഉള്ളുലയ്ക്കുന്ന പ്രശ്നം. ആ അമ്മയോട് എങ്ങനെ ഇത് പറയും എന്നത് തന്നെയാണ് ഇവിടെ ഉള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഏതായിരുന്നാലും ആ വസ്തുത, സത്യം പറയുക തന്നെ വേണം. പക്ഷേ അത് ആ നിമിഷം ആ അമ്മ എങ്ങനെ തരണം ചെയ്യും എന്നത് തന്നെയാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, വിഷമിപ്പിക്കുന്ന ഘട്ടം. അങ്ങനെ ഒരു പ്രയാസമുണ്ട്. നമ്മളിന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടിയിരുന്നു. ഈ മൃതദേഹങ്ങൾ വളരെ വേഗം എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നു എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്കുള്ള ചികിത്സ, സംസ്ഥാനത്ത് നിന്ന് ആരോഗ്യമന്ത്രി കുവൈറ്റിലേക്ക് പോകാനുള്ള തീരുമാനം രാവിലെ തന്നെ വന്നിരുന്നു. അത് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമായി വന്നതാണ്. അങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരും ഒരുപോലെ അവിടെ പോയ അവിടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനും ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അതെല്ലാം ചെയ്തു തീർക്കുന്നതിന് കേരളത്തിലും ഇന്ത്യയിലും കുവൈറ്റിലുമായി ഉള്ള ഒരു പ്രവർത്തനം, അതിൻ്റെ ഒരു ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം അതിലേക്ക് കടന്നിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ച് ഗൾഫ് നാട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു രണ്ടാമത്തെ വീട്, നമ്മുടെ ജന്മസ്ഥലം കേരളമെങ്കിൽ, ഈ മലയാളത്തിൻ്റെ മണ്ണാണെങ്കിൽ നമ്മളുടെ ജീവിതം നമ്മൾ കെട്ടിപ്പൊക്കുന്നത്, പടുത്തുയർത്തുന്നത് പലപ്പോഴും മലയാളികളെ സംബന്ധിച്ച് ഗൾഫ് നാടിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രവാസലോകം എന്നത് നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് ജന്മനാട് അമ്മയെപ്പോലെയെങ്കിൽ അറബ് നാടും നമ്മളെ പോറ്റമ്മ എന്ന നിലയിൽ തന്നെയാണ്. അവിടെ ഇങ്ങനൊരു ദാരുണ സംഭവം നടക്കുമ്പോൾ അത് കണ്ണീരിലാവുന്നുണ്ട്. കുവൈറ്റിനെ സംബന്ധിച്ചും അവരും ആ ഒരു ദുഃഖം, ആ രാജ്യം കൃത്യമായി ഇന്ത്യയുമായി കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കുവൈറ്റിൽ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. മലയാളിക്ക് അത്രയധികം ഇഴയടുപ്പമുള്ള ഗൾഫ് രാജ്യങ്ങൾ, അവിടെ ഇങ്ങനെ ഒരു നൊമ്പരമുണ്ടാകുമ്പോൾ അത് ഇരു മേഖലകളുടെയും, ഇരു രാജ്യങ്ങളുടെയും, ഇരു പ്രദേശങ്ങളുടെയും ആകെ നൊമ്പരമായും ആകെ വേദനയുമായി മാറുന്നു എന്നത് തന്നെയാണ്. ഈ വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ അമ്മയോട് ഈ കാര്യം പറയുന്നതിലെ പ്രയാസം, അതിൻ്റെ വേദന തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2 മക്കളുടെ വിയോഗം ഇങ്ങനെ ആ അമ്മയ്ക്ക് കാണേണ്ടി വരുന്നു. മന്ത്രി GR അനിൽ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടേണ്ടതുണ്ട്. അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. GR അനിൽ പുറത്തേക്ക് വരികയാണ്. ഞാൻ
കുവൈറ്റിലെ ദുരന്തത്തിൽ ദാരുണമായി മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, അതിലെ കുരിയാത്തിയിലെ അരുൺ ബാബു ഉൾപ്പെടെ വേർപെട്ടതിലുള്ള അഗാധമായ ദുഃഖം ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി ആദ്യം അറിയിക്കുകയാണ്. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, ഗവൺമെൻറ്, മുഖ്യമന്ത്രി പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേർന്ന് ഞങ്ങളിന്ന് രാവിലെ കൂടുകയും വേർപാടിൽ ദുഃഖം രേഖപ്പെടുന്നതോടൊപ്പം തന്നെ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. നിങ്ങളെല്ലാം അറിഞ്ഞതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയെ ആ സ്ഥലത്ത് നേരിട്ടെത്തി ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിൽ ഇടപെടാനും ശ്രീ ജീവൻ ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിശ്ചയിക്കുകയുണ്ടായി. കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും നാടിൻ്റെയും ദുഃഖത്തിൽ ഗവൺമെൻറ് പൂർണ്ണമായും പങ്കുചേരുകയും ആ മരണപ്പെട്ട ബോഡികൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയുമാണ്. രാവിലെ ഈ വിവരം അറിഞ്ഞുവെങ്കിലും ഇത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അരുൺ ബാബുവിൻ്റെ മരണം നമ്മുടെ നാട്ടിൽ വ്യാപകമായ റിപ്പോർട്ടിലേക്ക് വരാത്തത്. എന്നാൽ മരണപ്പെട്ട പട്ടികയിലെ ലിസ്റ്റിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞുവെങ്കിലും അത് ഒന്നുകൂടെ ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് കുടുംബാംഗങ്ങളെ അറിയിക്കാനും ആവശ്യമായ കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യം അറിയിക്കാനും വേണ്ടി തയ്യാറായി. എത്രയും വേഗത്തിൽ എത്തിക്കാൻ ഇന്ന് രാവിലെ കൂടിയ ക്യാബിനറ്റ് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിക്കാനും അതനുസരിച്ച് കൊച്ചിയിലൂടെ ഡൽഹിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്തെങ്കിലും അസൗകര്യം ഉണ്ടായാലും ഗവൺമെന്റിന്റെ ചെലവിൽ വീട്ടിലെത്തിക്കുന്നവരെയുള്ള നടപടികൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ആരോഗ്യമന്ത്രി പോകുന്നുണ്ട് അങ്ങോട്ട്. അതെ, ഈ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് അരുണിന്റെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മിനിസ്റ്ററുടെ മണ്ഡലത്തിൽ കൂടെയാണ്. അപ്പോൾ മിനിസ്റ്റർ ആരോഗ്യമന്ത്രിയുമായി ഈ കാര്യം സംസാരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആരോഗ്യമന്ത്രി അതോടൊപ്പമുള്ള ടീം വിവരങ്ങൾ അപ്പോൾ തന്നെ അറിയിക്കാൻ വേണ്ടി എൻ്റെ PA നമ്പരും കൊടുത്ത് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഈ അരുൺ ബാബുവിൻ്റെ ഭാര്യ വിനീത പൂവത്തൂരാണ് വീട്. ഇന്നലെ രാത്രി തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം എൻ്റെ ശ്രദ്ധയിലും പെട്ടതാണ്. കാരണം ഇതാണോ അല്ലെങ്കിൽ ഈ സംഭവം ശരിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന അവസ്ഥ ആയിരുന്നില്ല ആ സമയത്ത്. ഫോണിൽ കിട്ടുന്നില്ല എന്നുള്ള വിവരമാണ് ആദ്യം ലഭിച്ചത്. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ മരണം ഈ അരുൺ ബാബു ആണെന്ന് ഉറപ്പാക്കി. അതെ, അതെല്ലാം ആരോഗ്യമന്ത്രിയും ശ്രീ ജീവൻ ബാബുവും അവിടെ നിന്ന് നേരിട്ട് അതിനെല്ലാം നേതൃത്വം കൊടുക്കും. ആവശ്യമായ എല്ലാ നടപടികളിലും ഗവൺമെന്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ നോർക്കയുടെയും അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള എല്ലാ ആളുകളും ഇത് ശ്രദ്ധിക്കുന്ന ഒന്നാണല്ലോ. നമ്മളെവിടെയാണെങ്കിൽ അവരുടെ സമ്മേളനം നടത്താൻ വേണ്ടി നടപടികളുടെ ഇടയിലായതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും കുറച്ചുകൂടെ വേഗതയിൽ നടത്താൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. ശരി. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആര്യനാട് സ്വദേശിയാണ് അരുൺ ബാബു. അരുൺ ബാബുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി GR അനിൽ. വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യോമസേന വിമാനങ്ങൾ അതിനായി തയ്യാറായി കഴിഞ്ഞു എന്ന അനൌദ്യോഗിക വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും അത്യന്തം